നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സങ്കീർണ അവയവമാണ്. എന്നാൽ ചില ശീലങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കും എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന 7 ശീലങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ശീലം, തെറ്റായ ഉറക്കം. മസ്തിഷ്കത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും ഓർമ്മകളുടെ ഏകീകരണത്തിനും ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഉറക്കക്കുറവ്, ബുദ്ധിമാന്ദ്യം, മൂഡ് ഡിസോർഡേഴ്സ് കൂടാതെ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ വരെ നയിച്ചേക്കാം. പരിഹാരമായി ഓരോ രാത്രിയും 6 മുതൽ 8 വരെ മണിക്കൂറുകൾ ഗുണമേന്മയുള്ള ഉറക്കം ലക്ഷ്യമിടുക. സ്ഥിരമായ ഉറക്ക ഷെഡ്യൂൾ സ്ഥാപിക്കുക. ദിനചര്യയിൽ വിശ്രമം നിർബന്ധമാക്കുക. രണ്ടാമത്തെ ശീലം, ദിവസം മുഴുവൻ മടി പിടിച്ചിരിക്കുക. ശാരീരിക പ്രവർത്തനങ്ങൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും പുതിയ മസ്തിഷ്ക കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാസീനമായ ജീവിതശൈലി വൈജ്ഞാനിക തകർച്ചയ്ക്കും ഡിമെൻഷ്യയ്ക്കും സാധ്യത വർദ്ധിപ്പിക്കും. പരിഹാരമായി വേഗതയുള്ള നടത്തമോ ചെറിയ വ്യായാമമോ ആണെങ്കിലും നിങ്ങളുടെ ദിനചര്യയിൽ വ്യായാമം ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ ശീലം, വളരെയധികം സ്ക്രീൻ സമയം. അമിത സ്ക്രീൻ സമയം കണ്ണിന് ബുദ്ധിമുട്ട്, തലവേദന, ഉറക്ക അസ്വസ്ഥതകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇത് വൈജ്ഞാനിക പ്രവർത്തനത്തെയും ശ്രദ്ധാസമയത്തെയും ബാധിക്കും. പരിഹാരമായി സ്ക്രീൻ സമയത്തിന് പരിധി നിശ്ചയിക്കുക. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഓരോ 20-30 മിനിറ്റിലും സ്ക്രീനിൽ നിന്ന് ഇടവേളകൾ എടുക്കുക. നാലാമത്തെ ശീലം, അമിതമായി പഞ്ചസാര കഴിക്കുന്നത്. കൂടുതൽ പഞ്ചസാര കഴിക്കുന്നത് നീർക്കെട്ട്, ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇത് മസ്തിഷ്ക കോശങ്ങളെ നശിപ്പിക്കും. ഇത് വൈജ്ഞാനിക തകർച്ചയ്ക്കും മെമ്മറി പ്രശ്നങ്ങൾക്കും കാരണമാകും. പരിഹാരമായി പഞ്ചസാര നിറഞ്ഞ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് പരിമിതപ്പെടുത്തുക. ആരോഗ്യകരമായ ബദലുകൾ തിരഞ്ഞെടുക്കുക. അഞ്ചാമത്തെ ശീലം, ഹെഡ്ഫോൺ ഉപയോഗം അമിത ശബ്ദത്തിൽ. ഉച്ചത്തിലുള്ള ശബ്ദം നിങ്ങളുടെ കേൾവിയെ തകരാറിലാക്കും. മാത്രമല്ല അത് നിങ്ങളുടെ തലച്ചോറിനെയും ബാധിക്കും. ഉച്ചത്തിലുള്ള ശബ്ദവുമായി ദീർഘനേരം ഇരിക്കുന്നത് ബുദ്ധിശക്തി കുറയുന്നതിനും ഓർമ്മ പ്രശ്നങ്ങൾക്കും അത് ഇടയാക്കും. പരിഹാരമായി നിങ്ങളുടെ ഹെഡ്ഫോണുകൾ ശബ്ദം മിതമായി നിലനിർത്തുക. കൂടുതൽ സമയം ഉച്ചത്തിൽ കേൾക്കുന്നത് ഒഴിവാക്കുക. ആറാമത്തെ ശീലം, നെഗറ്റീവ് വാർത്തകൾ. നെഗറ്റീവ് വാർത്തകളോടുള്ള നിരന്തരമായ സമ്പർക്കം സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഇവയെല്ലാം തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. പരിഹാരമായി നിങ്ങളുടെ വാർത്താ ഉപയോഗം പരിമിതപ്പെടുത്തുകയും പോസിറ്റീവ് സ്റ്റോറികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. സമ്മർദ്ദം നിയന്ത്രിക്കാൻ മനസാന്നിധ്യവും റിലാക്സേഷൻ ടെക്നിക്കുകളും പരിശീലിക്കുക. ഏഴാമത്തെ ശീലം, അധിക സമയം ഇരുട്ടിൽ. ഉറക്കം ഉണരുന്ന ചക്രങ്ങൾ നിയന്ത്രിക്കുന്നതിനും വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിനും സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രധാനമാണ്. ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. സൂര്യപ്രകാശത്തിൻ്റെ അഭാവം മൂഡ് ഡിസോർഡറിനും വൈജ്ഞാനിക തകർച്ചയ്ക്കും ഇടയാക്കും. പരിഹാരമായി സൂര്യപ്രകാശം ഏൽക്കുന്നതിന് സമയം ചിലവഴിക്കുക. പ്രത്യേകിച്ച് രാവിലെ പ്രകൃതിദത്തമായ പ്രകാശത്തിനനുബന്ധമായി ലൈറ്റ് തെറാപ്പി ഉപയോഗിക്കുന്നതും നല്ലതാണ്. നിങ്ങളുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിനെ സംരക്ഷിക്കുവാനും നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്തുവാനും കഴിയും. ആരോഗ്യകരമായ ശീലങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഇന്നു തന്നെ ഉൾപ്പെടുത്തുവാൻ തുടങ്ങുക. തീർച്ചയായും നിങ്ങളുടെ തലച്ചോർ നിങ്ങൾക്കൊരു നന്ദി പറയും. ഇപ്രകാരമുള്ള നല്ല ചിന്തകൾ ലഭ്യമാകുവാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.